ദൃശ്യം 3 ദി ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക്. മോഹൻലാലിൻ്റെ ജോർജ് കുട്ടി മൂന്നാം തവണയും വരുന്നതാണ് ദൃശ്യം 3. ഈ സിനിമയുടെ ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം റൂമേഴ്സ് ഇതിൻ്റെ തിയേറ്ററിക്കലും ഡിജിറ്റൽ റൈറ്റ്സും എല്ലാം വിറ്റുപോയി. സത്യമാണ്, കുറേ റൂമേഴ്സ് വരുന്നുണ്ട്, പല രീതിയിലുള്ള റൂമേഴ്സ്. ഹിന്ദി ആദ്യം വരുന്നു, മലയാളം ആദ്യം വരുന്നു എന്നൊക്കെ. പക്ഷെ ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ആന്റണി പെരുമ്പാവൂർ ക്ലാസിക് ക്രിമിനലിൻ്റെ കൂട്ട് ജോർജ് കുട്ടിയുടെ കൂട്ട് തന്നെ ഏറ്റവും മലയാളത്തിലെ ബുദ്ധിമാനായിട്ടുള്ള പ്രൊഡ്യൂസർ തന്നെയാണ്, സംശയം വേണ്ട. മരയ്ക്കാർ OTTക്ക് വേണ്ടി ഡീൽ ചെയ്ത് ഉറപ്പിച്ചതാണ്. അങ്ങനെ ഇരുന്നെങ്കിൽ മരയ്ക്കാറിന് ഈ നാണക്കേടും വരുത്തില്ലായിരുന്നു, നല്ല ഗംഭീര പൈസയും കിട്ടായിരുന്നു, ഇതിൽ ട്രോള് വരുത്തില്ലായിരുന്നു. എന്തായാലും അത് ഇനിയും സംഭവിക്കത്തില്ലെന്നുള്ള ഉറപ്പോടുകൂടി 100 കോടിക്ക് മുകളിലാണ് എന്തായാലും ഇത് വിറ്റത് എന്നുള്ളതാണ്. OTT വേറെ ഉണ്ട്, അല്ലാതെ ഹിന്ദി ടീമിന് വേണ്ടി വിറ്റത് 100 പനോരമിക് സ്റ്റുഡിയോസ് ആണ് അത് എടുത്തേക്കുന്നത്. 100 കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ വിറ്റ് എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. ഒരു 99% നമുക്ക് വിശ്വസിക്കാം. അതോടുകൂടി തന്നെ സേഫ് എന്നല്ല, ലോട്ടറി അടിച്ചെന്ന് പറയാം ആശീർവാദം. കാരണം ബറോസ് കുറേ സിനിമകൾ വമ്പൻ നഷ്ടം ഉണ്ടാക്കിയപ്പം ഈ ഒറ്റ സിനിമ കൊണ്ട് ഇതെല്ലാം തീർക്കുകയാണ്. ഇനിയും എവിടെയാണ് ആദ്യം റിലീസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ തന്നെയാണ് ആദ്യം റിലീസ്. ആന്റണി പെരുമ്പാവൂർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഹിന്ദിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇറക്കുന്നതെന്നാണ് പറയുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇത് ഏകദേശം നല്ല ഒരു 90% കറക്റ്റാനുള്ള സാധ്യതയുണ്ട്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ റെക്കോർഡ് തുക ഇത് മറികടക്കാൻ വളരെ പാടായിരിക്കും. കാരണം അത്രയ്ക്ക് റെക്കോർഡ് തുകയാണ്. എന്തായാലും 30 കോടി 35 കോടിയൊക്കെ ചിലപ്പം OTTക്കും കിട്ടിയേക്കും. അന്നേരം ഈ ദൃശ്യം 3 കൊണ്ട് ലോട്ടറി അടിച്ചത് ആന്റണി പെരുമ്പാവൂർ തന്നെയാണ്.